सोऽयं कालेय कालो जयति मुररिपो यत्र सङ्कीर्तनाद्यै निर्यत्नैरेव मार्गैरखिलधनचिरात् त्वत्प्रसादं भजन्ते जातास्त्रेधा कृदादौ अभिः किल कलौ सम्भवं कामयन्ते दैवात् तत्रैव जातान् विषयविषरसैर्मा विभो वञ्चयास्मान् सः अयं कालेयकालः जेति मुररिपो यत्र सङ्कीर्तनाद्यैः निर्यत्नैः एव मार्गैः अखिलदा न चिराद् त्वत्प्रसादं भजन्ते जाताः त्रेधा कृदादौ अभिः किल कलौ सम्भवं कामयन्ते दैवात् तत्रैव जातान् विषयविषरसैः मा विभो वञ्चय अस्मान् सः अयं कालेयकालः जेति अयं कालेयकालः ഈ കലികാലം ജയതി വിജയിച്ചരുളട്ടെ അല്ലെങ്കിൽ സർവോത്കൃഷ്ടമായി വർത്തിക്കുന്നു. മുരരിപോ മുരാസുരൻ്റെ ശത്രുവായ അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ ഭഗവാനെ. മുരൻ എന്ന അസുരൻ നരകാസുരൻ്റെ കാവൽക്കാരനായിരുന്നു. ആ മുരാസുരനെ വധിച്ച അല്ലയോ ഭഗവാനെ, ഈ കലികാലം വളരെ വിശേഷേണ വിജയിച്ചരുളുന്നു. എന്തുകൊണ്ടെന്നാൽ എത്ര സങ്കീർത്തനാദ്യൈഹി നിർയത്നൈഹി ഏവ മാർഗൈഹി ന ചിരാ ത്വത്പ്രസാദം ഭജന്തേ. അവിടെ ഈ കലികാലത്തിൽ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് നിർയത്നഹി യാതൊരു കഠിനയത്നവും കൂടാതെ ഉള്ള മാർഗങ്ങളെ കൊണ്ട് ന ചിരാത് ഒട്ടും കാലതാമസമില്ലാതെ ത്വത്പ്രസാദം ഭജന്തേ അങ്ങയുടെ പ്രസാദത്തെ ഭക്തന്മാർ നേടിയെടുക്കുന്നു. ജാതാഹ ത്രേധാ കൃതാദൗ അഭിഃ കില കലൗ സംഭവം കാമയന്തേ. ഏതൊരു ജീവാത്മാക്കളാണോ ത്രേതായുഗത്തിലും കൃതയുഗത്തിലും തുടങ്ങിയ യുഗങ്ങളിൽ അല്ലെങ്കിൽ ദ്വാപരത്തിലും ഒക്കെ ജീവിച്ചിരുന്നത്, അവരെല്ലാം കലൗ സംഭവം കാമയന്തി കലികാലത്തിലും ജനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യാതൊരു യത്നങ്ങളും കൂടാതെ കേവലം നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് ഭഗവത് പദം പ്രാപിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരെല്ലാം ഈ കലികാലത്തിൽ വന്നു പിറക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കെ ദൈവ തത്ര ഏവ ജാതാൻ അസ്മാൻ, ഈ കലികാലത്തിൽ വന്നു പിറന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അവരെ വിഷയവിഷരസൈഹി മാ വിഭോ വഞ്ചയ, ഞങ്ങളിൽ വിഷം കലർത്തി ഞങ്ങളെ വഞ്ചിക്കരുതേ ഭഗവാനെ. ഈ കലികാലം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ എഴുത്തച്ഛൻ പറഞ്ഞു തരുന്നതും അതാണ്. ധ്യാനമാം കൃതയുഗേ യജ്ഞമാം ത്രേതായുഗേ അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലീങ്കൽ എന്നാണ് പറയുന്നത്. ഭഗവത് പദ പ്രാപ്തിക്കായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ വെച്ചിട്ട് വളരെ പ്രയാസകരമായ കർമ്മങ്ങളാണ് കൃതത്രേത ദ്വാപരങ്ങളിലൊക്കെ അനുഷ്ഠിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ കലികാലത്തിലാവട്ടെ വളരെ എളുപ്പമായ മാർഗങ്ങളാണ് ഭഗവത് പദ പ്രാപ്തിക്കായിട്ട് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേവലം നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് സാധ്യമാകും എന്നുകൂടി പറഞ്ഞു വച്ചിരിക്കുന്നു. നാരായണീയം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ മേൽപ്പത്തൂർ രണ്ടാമത്തെ ദശകം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ത്വദ്ഭക്തിസ്തു കഥാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതസ്തന്വതി സദ്യ സിദ്ധികരീ ജയത്യൈ വിഭോ
സൈവാസ്തു മേ ത്വത്പദപ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം പാതാലയാധീശ്വര. അവിടെ ഗുരുവായൂരപ്പ ത്വദ്ഭക്തി തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. അങ്ങയുടെ ലീലാവതാര കഥകളെയൊക്കെ സ്മരിക്കുന്നത് വഴി സ്വയമേവ വന്നു ചേരുന്നതാണ് ഭക്തി. അതും അക്ലേശതസ്തന്വതി, യാതൊരു ക്ലേശവുമുള്ള ഒരു കാര്യമല്ല ഭഗവത് നാമ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ സദ്യ സിദ്ധികരീ ജയതി, ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗുണഫലം തരുന്ന ഒരു അനുഷ്ഠാനം കൂടിയാണ് ഭഗവത് നാമ സങ്കീർത്തനം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമ്മളെ ഭക്തിയിലേക്കും ആ ഭഗവത്പദ പ്രാപ്തിയിലേക്കും ഒക്കെ എത്തിക്കാൻ പ്രാപ്തമാണ് ഈ ഭക്തി എന്നാണ് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ഭക്തന്മാരായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ കൃതത്രേത ദ്വാപരങ്ങളിൽ ജീവിച്ചിരുന്ന ജീവാത്മാക്കൾ വീണ്ടും ഈ കലിയുഗത്തിൽ വന്ന് പിറക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രം ഈ കലിയുഗത്തിൽ ഇപ്രകാരം ഒരു മനുഷ്യ ശരീരം ലഭിക്കുവാനായിട്ട് സാധിച്ച ഞങ്ങളെപ്പോലുള്ള ഭാഗ്യശാലികളെ കേവലം വിഷമാകുന്ന രസം കലർത്തി ഞങ്ങളെ വഞ്ചിക്കരുതേ ഭഗവാനെ എന്നാണ്. ഭക്തിയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏകാഗ്രതയോടുകൂടി ഈശ്വര ഭജനത്തിന് സാധിക്കുന്നില്ല എന്ന് വന്നാൽ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ ബാഹ്യങ്ങളായ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ ഭൗതികതയിൽ കാണുന്ന എല്ലാ ആകർഷണീയമായ വസ്തുക്കളും നമ്മളെ ആ ഈശ്വര പദ പ്രാപ്തിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്യരുതേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സോയം കാലയ കാലോ ജയതി മുരരിവോ യത്ര സങ്കീർത്തനാദ്യൈ നിർയത്നൈരേവ മാർഗൈരഖിലതരചിരാ ത്വത്പ്രസാദം ഭജന്തേ ജാതാസ്ത്രേദാകൃതാദൗ അഭിഃ കില കലൗ സംഭവം കാമയന്തേ ദൈവാ തത്രൈവ ജാതാൻ വിഷയവിഷരസൈർമാ വിഭോ വഞ്ചയാസ്മൻ. ഭക്താസ്താവത്കലൗ സ്യുർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രപർണീം അനുകില കൃതമാലാം ച പുണ്യാം പ്രതീജിം ഹാ മാമപ്യേതദന്തർഭവമഭിജ വിഭോ കിഞ്ചിദഞ്ജരസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയാത്വം നിഷേവം. ഭക്താഃ താവത് കലൗ സ്യുഃ ദ്രമിളഭുവി തതഃ ഭൂരിശഃ തത്ര ച ഉച്ചൈഃ കാവേരീം താമ്രപർണീം അനു കില കൃതമാലാം ച പുണ്യാം പ്രതീജീം ഹാ മാം അപി ഏതദന്തർഭവം അപി ച വിഭോ കിഞ്ചിത് അഞ്ജത് രസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയ ത്വം നിഷേവാം. ഭക്താഃ താവത് കലൗ സ്യുഃ, ഈ കലികാലത്തിലെ ഭക്തന്മാർ ധാരാളമായിട്ടുണ്ടാവും. ദ്രമിളഭുവി തതോ ഭൂരിശഃ തത്ര ച ഉച്ചൈഃ, ഈ ദ്രുമിളദേശം അല്ലെങ്കിൽ ദ്രാവിഡ ദേശത്താണെങ്കിലോ വളരെയധികം ഭക്തന്മാർ, മറ്റുള്ള പ്രദേശത്തേക്കാൾ വളരെയധികം ഭക്തന്മാർ ഉണ്ടാകും. കാവേരിയും താമ്രപർണിയും അനുകില കൃതമാലാം ച പുണ്യാം പ്രതീജിയും, അത് കാവേരിയുടെയും താമ്രപർണിയുടെയും കൃതമാലയുടെയും പിന്നെ പ്രതീജ്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഭാരതപ്പുഴ എന്ന് പറയുന്ന നദിയുടെയും ഒക്കെ ഹാ മാം അഭി ഏതത് അന്തർഭവം അഭിജ വിഭോ, ഞാൻ ഈ നദികൾക്കൊക്കെ ഇടയിലാണ് ജനിച്ചിരിക്കുന്നത് ഭഗവാനെ. അങ്ങനെയുള്ള എന്നെ കിഞ്ചിത് അഞ്ജദ്രസം ത്വയി, എനിക്ക് അങ്ങയിൽ കുറച്ച് താല്പര്യവും ഉള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള എന്നെ ആശാപാശൈഹി നിബദ്ധ്യ, എന്നെ ഈ ഭൗതികതയിൽ കുടുക്കിയിട്ടിട്ട് ഭ്രമയ ന ഭഗവൻ, എന്നെ ഭ്രമിപ്പിക്കരുതേ ഭഗവാനെ.
പൂരയ ത്വന്നിഷേവാം. അങ്ങയെ വഴിപോലെ സേവിക്കുക എന്നത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയണമേ, സാധിക്കുമാറാകണേ. ഈ കലികാലത്തിലാണെങ്കിൽ ധാരാളം ഈശ്വരഭക്തന്മാരുണ്ടാകും. അതിലും പ്രത്യേകിച്ച് ദ്രാവിഡ ദേശത്ത് ഈ കാവേരി, താമ്രപർണി, കൃതമാല, ഭാരതപ്പുഴ തുടങ്ങിയ നദികളുടെ എല്ലാം സമീപത്ത് വിശേഷേണ വളരെയധികം ഭക്തന്മാരുണ്ടാകും. അതിലും വെച്ച് ഈ ഭാരതപ്പുഴയുടെ സമീപത്തിൽ വന്ന് ജനിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച എനിക്ക് അങ്ങയിൽ കുറച്ച് ഭക്തിരസവും ഉള്ളവനായ എനിക്ക് ഭൗതികതയിലേക്ക് മനസ്സിനെ വലിച്ചു കൊണ്ടുപോയി എന്നെ ഭ്രമിപ്പിക്കരുതേ ഭഗവാനെ. എനിക്ക് അങ്ങയെ ഉപാസിക്കുവാൻ ഉള്ള അവസരം നിഷേധിക്കരുതേ. ആ ഉപാസനയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് ജനിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് മേൽപ്പത്തൂർ കരുതുന്നത്. തിരുനാവായ ക്ഷേത്രത്തിനടുത്തായിട്ടാണ് മേൽപ്പത്തൂരിൻ്റെ ഇല്ലം. നിത്യവും തന്നെ നാവാമുകുന്ദനെ ദർശിക്കുവാനുള്ള ഭാഗ്യവും എല്ലാം സിദ്ധിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്രകാരം വളരെ കൃതാർത്ഥത ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുകയും ചെയ്തു, കൃതത്രേത ദ്വാപരാദികളിലുള്ള ജീവാത്മാക്കളൊക്കെ ഈ കലികാലത്തിൽ വന്ന് ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം കലികാലത്തിൽ കേവലം നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് ഭഗവത് പദം പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഈ പുണ്യനദിയായിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് നാവാമുകുന്ദൻ്റെ സാന്നിധ്യം ഉള്ള ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ ഭജിക്കുവാനുള്ള ഭക്തിയും തന്ന് അനുഗ്രഹിച്ച എന്നെ ആ ഭക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂരിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഭക്താസ്താവത് കലൗ സ്യൂർദ്രമിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രപർണീം അനുകില കൃതമാലാം ച പുണ്യാം പ്രതീജീം ഹാ മാമപ്യേതദന്തർഭവം അഭിജ വിഭോ കിഞ്ചിദഞ്ജരസം ത്വയി ആശാപാശൈർനിബധ്യ ഭ്രമയന ഭഗവൻ പൂരയാ ത്വന്നിഷേവാം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാക്മഹീക്ഷിത് പരീക്ഷേത് ഹന്തും വ്യാകൃഷ്ടഗഡ്ഗോപിന വിനിഹതവാൻ സാരവേദി ഗുണാംശാ ത്വത്സേവാദ്യാസു സിദ്ധ്യേദസദിഹനതദാ ത്വത്പരേ ചൈഷഭീരു യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയൈനം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിം അപകരുണം പ്രാക് മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഗഡ്ഗഃ അപി ന വിനിഹതവാൻ സാരവേദി ഗുണാംശാത് ത്വത്സേവാദി ആശു സിദ്ധ്യേത് അസദ് ഇഹ ന തദാ ത്വത്പരേ ച ഏഷ ഭീരുഃ യത്തു പ്രാഗേവ രോഗാദിഭിഃ അപഹരതേ തത്ര ശിക്ഷയ ഏനം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിം. ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിൽ ഈ കലി പരീക്ഷിത് രാജാവുമായിട്ടുണ്ടാകുന്ന ഒരു അഭിമുഖം സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ധർമ്മദേവതയുടെ 4 കാലുകളിൽ 3 കാലും ഇല്ലാതായിട്ടും 4-ാമത്തെ കാലിനെ നേരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ കലിയെയാണ് പരീക്ഷിത് രാജാവ് കണ്ടെത്തുന്നത്. ആ കലിയെ ഉടൻ തന്നെ നിഗ്രഹിക്കുവാനായിട്ട് വാള് ഊരിയതാണ് പരീക്ഷിത് രാജാവ്. അപകരുണം പ്രാക് മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഗഡ്ഗഃ. വാൾ ഊരിപ്പിടിച്ചുകൊണ്ട്
ആ കലിയെ കൊല്ലാൻ ഉദ്യമിച്ചതാണ്. പക്ഷേ ന വിനിഹതവാൻ, കൊന്നില്ല. എന്തുകൊണ്ടാണ്? സാരവേദി ഗുണാംശാത്, പല ദോഷങ്ങളും ഉള്ളയാളാണ് ഈ കലി എങ്കിലും അയാൾക്ക് ഒരു വിശേഷ ഗുണം ഉള്ളത് പരീക്ഷിത് രാജാവ് മനസ്സിലാക്കി. ത്വത് സേവാദി ആശുസിദ്ധ്യേത് അസദ് ഇഹനദ, ഭഗവാനെ അങ്ങയുടെ ഉപാസിക്കുന്ന ആ കർമ്മം വളരെ പെട്ടെന്ന് ഇയാളുടെ കാലത്ത് ഫലം തരുന്നതാണ്. പക്ഷേ അസദ് ഇഹനദ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അത്ര പെട്ടെന്നൊന്നും അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലം ലഭിക്കുന്നില്ല. ത്വത്പരേച്ച ഏഷ ഭീരുഹു, അങ്ങയെ ഉപാസിക്കുന്ന ഭക്തന്മാരെ ഈ കലിക്ക് ഭയമാണ്. യത്തു പ്രാഗേവ രോഗാദിഭിഹി അപഹരതേ, അതുകൊണ്ട് ഈ കലി എന്തു ചെയ്യും? ഈ ഭക്തനാകുന്നതിന് മുൻപ് തന്നെ അവരെ രോഗങ്ങൾ തുടങ്ങിയ തടസ്സങ്ങളെ കൊണ്ട് ഭക്തരാകാൻ അനുവദിക്കാതെ ആ മനുഷ്യരെ വലയ്ക്കും. തത്രഹ ശിക്ഷയ ഏനം, അതുകൊണ്ട് ഈ പരീക്ഷിത് രാജാവ് ശിക്ഷിക്കാതെ വിട്ട ആ കലിയെ അങ്ങ് ശിക്ഷിക്കണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂരിലൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ വളരെ ക്രോധത്തോടു കൂടി വാളോങ്ങി നിൽക്കുന്ന ഒരാൾ, അതും ഒരു രാജാവ്, ഇപ്രകാരം തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ അയാളിലെ ഗുണഗണങ്ങളെ ഒന്നും അന്വേഷിക്കാൻ മെനക്കെടാറില്ല. പക്ഷേ ഈ പരീക്ഷിത് രാജാവിന് അങ്ങനെ ഒരു സവിശേഷത ഉണ്ടായിരുന്നു. എന്തെല്ലാം ദൂഷ്യങ്ങൾ ഉള്ളയാളായിരുന്നു ഈ കലി എങ്കിലും ആ കലിയുടെ കാലത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ചെറിയ ശ്രമത്തിലൂടെ ഭഗവത് ഭക്തിയെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ആ പരീക്ഷിത് രാജാവ് കലിയെ കൊല്ലാതെ വിടുന്നു. നമുക്കറിയാം, ഒരു പക്ഷി, ഹംസം എന്ന് പറയുന്ന പക്ഷിക്ക് അതിന് പാലും വെള്ളവും ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ആ ഹംസം പാല് മാത്രം കുടിച്ചിട്ട് പോകും, കുടിച്ചു കഴിയുമ്പോൾ വെള്ളം അവിടെ അവശേഷിക്കും എന്നാണ് പറയുന്നത്. ആ ജീവിയുടെ പ്രത്യേകത അങ്ങനെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പരീക്ഷിത് രാജാവിന് ഇത്രയേറെ ദൂഷ്യഫലങ്ങളുള്ള കലിയെ കണ്ടിട്ടും അയാളുടെ കാലത്ത് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഭഗവത് പദം പ്രാപിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ കലിയെ നിഗ്രഹിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കലിക്ക് മറ്റൊരു ദൂഷ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഭഗവാന്റെ കഥകളെ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ അവരെ ഈ കലി ചെന്ന് ബാധിക്കും. ആ കലിബാധ അവരിൽ രോഗങ്ങളായോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളായോ ഒക്കെ വന്ന് അവരെ ഭക്തിയിലേക്ക് പോകുന്നത് തടയാൻ ഈ കലി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ആ പരീക്ഷിത് രാജാവ് വധിക്കാതെ വിട്ട ഈ കലിയെ ഗുരുവായൂരപ്പ അങ്ങ് ശിക്ഷിക്കണേ എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, ഈ ഭക്തരുടെ ഭഗവത് ഉപാസനയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഫലം നേടിക്കൊടുക്കും, സദ്ഫലം നേടിക്കൊടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലെയല്ല അസത്തുക്കളായ ആളുകൾ അനുഷ്ഠിക്കുന്ന ദുഷ്കർമ്മങ്ങൾക്ക് ഉള്ള പ്രതിഫലം എത്തുന്നത്. അത് കുറച്ചുകൂടി വൈകിയേ വരൂ എന്നും കൂടി ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വയ്ക്കുന്നു. നമ്മളുമെല്ലാം ഇതുപോലെ നാരായണീയം ഒക്കെ പഠിക്കുന്ന ആ സമയത്ത് അതിനായിക്കൊണ്ട് വളരെ സമയക്കുറവ് മൂലം ധൃതി പിടിച്ച് ക്ലാസ്സുകൾ എടുക്കുവാനോ പഠിക്കുവാനോ ഒക്കെ പോകുന്ന സമയത്ത് പലരും നമ്മളെയും ഒക്കെ കളിയാക്കിയിട്ടുണ്ട്. ആളുകൾ പറയും, പിന്നെ ഈ പ്രായത്തിലല്ലേ പഠിക്കാൻ പോകുന്നത്, ഈ പഠനം നേരത്തെ പഠിച്ചെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് പുച്ഛിക്കാറുണ്ട്. ആ കാര്യം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ഈ കലി അവരിൽ ആവേശിക്കുന്നത് കൊണ്ടാണ് അവർ നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ കലിയെ ഗുരുവായൂരപ്പ അങ്ങ് ശിക്ഷിക്കണേ എന്നാണ് മേൽപ്പത്തൂരിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്.
ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാക്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഖഡ്ഗോപിന വിനിഹതവാൻ സാരവേദീ ഗുണാംശാത് ത്വത്സേവാദ്യാശു സിദ്ധേദസധേന തഥാ ത്വത്പരേ ചൈഷബീരു യത്തു പ്രാഗേവ രോഗാദിഭിരപഹരതേ തത്ര ശിക്ഷയൈനം. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണ്ണ ഏതാന്യഷ്ടാപ്യയത്നാനൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനേത്യഭിദദുർഷയസ്തേഷു മാം സജ്ജയേഥാ. ഗംഗാ ഗീത ച ഗായത്രി അപി ച തുളസിക ഗോപിക ചന്ദനം തത് സാളഗ്രാമ അഭിപൂജ പരപുരുഷ തഥാ ഏകാദശി നാമവർണ്ണാഃ ഏതാനി അഷ്ട അപി അയത്നാനി ഐ കലിസമയേ ത്വത്പ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തി പ്രദാനീതി അഭിദദുഃ ഋഷയഃ തേഷു മാം സജ്ജയേതാഃ. ഭഗവാനെ ഉപാസിക്കുന്നതിനുള്ള 8 മാർഗങ്ങൾ, അതും ഏറ്റവും ലളിതമായ 8 മാർഗങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. എന്തൊക്കെയാണ്? ഗംഗ ഗീത ച ഗായത്രി അപി ച തുളസിക ഗോപികാ ചന്ദനം സാളഗ്രാമ അഭിപൂജ തഥാ ഏകാദശി നാമവർണ്ണാഃ ഏതാനി അഷ്ട അപി അയത്നാനി ഐ കലിസമയേ ത്വത്പ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീതി അഭിദദുഃ ഋഷയഃ തേഷു മാം സജ്ജയേത. എന്തൊക്കെയാണ് 8 കാര്യങ്ങൾ? ഗംഗാജലം, ഗംഗയിൽ പോയി സ്നാനം ചെയ്യുക. ഇപ്പോൾ മഹാകുംഭമേള കഴിഞ്ഞതേ ഉള്ളൂ. അവിടെയെല്ലാം ആ ത്രിവേണി സംഗമത്തിൽ പോയി ആ പ്രത്യേക സമയത്ത് സ്നാനം ചെയ്യുന്നത് മുക്തി തരാൻ പ്രാപ്തമാണ് എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുപോലെ ഗീത, ഭഗവത്ഗീതയെ ദിനംതോറും പാരായണം ചെയ്യുക, അതിനെ ശ്രവണ മനന ആദികൾ ചെയ്ത് അതിൻ്റെ ആശയങ്ങളെ സ്വജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഗായത്രി മന്ത്രം യഥാവിധി ജപിക്കുക. തുളസി ദളം പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ തുളസി ചെടിയെ പരിപോഷിപ്പിക്കുക. ഗോപികാചന്ദനം, ആ ഗോപികാചന്ദനം അണിയുക. സാളഗ്രാമ അഭിപൂജ, ഭഗവാന്റെ രൂപമായി സങ്കല്പിച്ചുകൊണ്ട് സാളഗ്രാമത്തെ പൂജിക്കുക. തഥാ അപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. നാമവർണ്ണാഃ, ഭഗവാന്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങൾ, സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുക. ഇപ്രകാരം ഏതാനി അഷ്ട അപി, ഇപ്രകാരം 8 തരത്തിൽ ഇങ്ങനെ അയത്നാനി, അധികം ശ്രമകരമല്ലാത്ത മാർഗങ്ങൾ കലിസമയേ ത്വത്പ്രസാദ പ്രവൃദ്ധ്യ, ഈ കലികാലത്തിലെ അങ്ങയുടെ പ്രസാദം ലഭിക്കുവാനായിട്ടുള്ള മാർഗങ്ങളായി പറയപ്പെട്ടിരിക്കുന്നു. ക്ഷിപ്രം മുക്തിപ്രദാനി ഇതി, ഇത് വളരെ പെട്ടെന്ന് മുക്തിയെ നേടിത്തരുന്നതാണ് എന്ന് അഭിദദുഃ ഋഷയഃ, മുനിമാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. തേഷു മാം സജ്ജയേതാഃ, എനിക്ക് അവയോട് ചേർച്ചയുണ്ടാവാൻ അങ്ങ് അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂർ പറയുക. അപ്പോൾ ഈ 8 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഏതാണോ നമുക്ക് യുക്തമായത്, താല്പര്യമായത്, ആ മാർഗത്തെ അവലംബിച്ചാലും മതി. അത് വളരെ പെട്ടെന്ന് തന്നെ ഭഗവത്പദ പ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കും ഈ കലികാലത്തിൽ എന്ന് അറിവുള്ള മുൻജനങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നതിനാൽ എന്നെ അതിലേക്ക് അടുപ്പിക്കണേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂരിലൂടെ പ്രാർത്ഥിക്കുന്നത്. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തഥൈകാദശി നാമവർണ്ണ ഏതാന്യഷ്ടാപ്യയത്നാനൈ കലിസമയേ ത്വത്പ്രസാദ പ്രവൃദ്ധ്യാ
ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദുർഷയസ്തേഷു മാം സജ്ജയേധാ. ദേവർഷീണാം പിതॄണാമപി ന പുനർണി കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപ്യഖിലമപനുതസ്യേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാപോത്തതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയാ. ദേവ ഋഷീണാം പിതॄണാം അപി ന പുനഃ ഋണി കിം കരഃ വാ സഹ ഭൂമൻ യഹ അസൗ സർവാത്മനാ ത്വാം ശരണം ഉപഗതഃ സർവകൃത്യാനി ഹിത്വാ തസ്യ ഉൽപ്പന്നം വികർമ്മ അപി അഖിലം അപനുദസി ഏവ ചിത്തസ്ഥിതഃ ത്വം തന്മേ പാപോത്ഥതാപാൻ പവനപുരപദേ രുന്ധി ഭക്തിം പ്രണീയാഃ. ദേവർഷീണാം പിതॄണാം അപി ന പുനർണി കിങ്കരഃ വാ സഹ ഭൂമൻ. ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കളോടും ഉള്ള കടങ്ങൾ ഭഗവാന്റെ കിങ്കരനായ ഒരാൾക്ക് ഉണ്ടാകുന്നില്ല. എങ്ങനെയുള്ള കിങ്കരൻ? യഹ അസൗ സർവാത്മനാ ത്വാം ശരണമുപഗത. ഏതൊരാളാണോ ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നത്, സർവകൃത്യാനഹിത്വ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ ഏക ശരണമായി പ്രാപിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദേവഋണം, പിതൃഋണം, ഋഷിഋണം എന്ന് പറയുന്ന ഈ കടങ്ങളിൽ നിന്നൊക്കെ അയാൾ മുക്തനായിത്തീരുന്നു എന്നാണ് പറയുന്നത്. തസ്യ ഉത്പന്നം വികർമ്മ അഭി. ഇയാൾ ഇങ്ങനെ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ശരണമായി പ്രാപിക്കുമ്പോൾ അയാൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങളൊക്കെ അഖിലം അപനുദസി ഏവ ചിത്തസ്ഥിതഃ ത്വം. അയാളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഭഗവാൻ അയാൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തത് മൂലമുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ നശിപ്പിക്കും. തന്മേ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് പാപോത്ഥതാപാൻ രുന്ധി, എൻ്റെ ജന്മജന്മാന്തരങ്ങളിലായി ഞാൻ നേടിയിരിക്കുന്ന ആ കർമ്മവിഭാഗങ്ങളെ ഒക്കെ രുന്ധി തടഞ്ഞ് അതിനില്ലാതാക്കി ഭക്തിം പ്രണീയാഹ, എൻ്റെ ഭക്തിയെ പരിപോഷിപ്പിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരു ഭക്തനാണോ തൻ്റെ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവത് ഉപാസനയിൽ മാത്രം ശ്രദ്ധ വയ്ക്കുന്നത്, അയാൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ഒന്നും അനുഷ്ഠിക്കാതെ വരുമ്പോൾ അയാൾക്കതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ മേൽപ്പത്തൂർ ചോദിക്കുന്നതും ഉത്തരം പറയുന്നത്. അതിനുള്ള ഉത്തരം എന്താണെന്നാൽ, ആ ഭഗവാനെ ഉപാസിക്കുമ്പോൾ ആ ഭഗവാൻ നമ്മളുടെ അല്ലെങ്കിൽ ആ ഭക്തൻ്റെ മനസ്സിൽ കുടികൊണ്ട് അയാൾ ജന്മജന്മാന്തരങ്ങളിലായി നേടിയിരിക്കുന്ന എല്ലാ പാപകർമ്മങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഈ കടങ്ങളിൽ നിന്നൊക്കെ അയാളെ മോചിപ്പിക്കുന്നു എന്നാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുമുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ തന്നെ ശരണമായി പ്രാപിക്കൂ അർജുന, ഞാൻ നിന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചു കൊള്ളാം. മാ ശുച, നീ ദുഃഖിക്കരുത്. ഏതൊരാൾക്കാണോ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചതിന് ശേഷവും ദുഃഖങ്ങൾ വരുമ്പോൾ മനോനില തെറ്റിപ്പോകുന്നത്, അവിടെ അവരുടെ മനസ്സിൻ്റെ സ്ഥൈര്യം പരിശോധിക്കപ്പെടുകയാണ്. ഉറപ്പോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ഒരു ഭക്തന് എത്ര വലിയ ദുഃഖം വന്നാലും അലട്ടുകയില്ല എന്ന തത്വം നമുക്ക് അംബരീഷ ചരിത്രത്തിലൂടെ
കണ്ടതാണ്. അവിടെ പറഞ്ഞു കൃത്യാം ചതാം അസിതരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ നൃപതിർ ന പദാശ്ച കമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീത്. കൃത്യാം ചതാം അസിതരാം ഭുവനം ദഹന്തീം. ആ ദുർവാസാവിനാൽ പ്രചോദിതയായ കൃത്യ എന്നുള്ള രാക്ഷസി വാളും പിടിച്ചുകൊണ്ട് ഈ ഭുവനം തന്നെ ഞാൻ ദഹിപ്പിക്കും എന്ന് പറഞ്ഞ് അംബരീഷിൻ്റെ നേരെ അടുക്കുന്ന കൃത്യ. ആ കൃത്യയെ കണ്ടിട്ട് നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല അംബരീഷൻ എന്നാണ് പറയുന്നത്. ത്വദ്ഭക്തപാദം അഭിവീക്ഷ സുദർശനം തേ. അങ്ങയുടെ ഭക്തനെ ബാധിച്ചിരിക്കുന്ന ഈ വിഷമാവസ്ഥയെ കണ്ട സുദർശനമാവട്ടെ പെട്ടെന്ന് ചെന്ന് കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീർ. ഈ കൃത്യയെ ഒരു തീയിൽ വീണ ശലഭത്തെ പോലെയാക്കിയിട്ട് ആ ദുർവാസാവിൻ്റെ പിന്നാലെ പാഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം സ്ഥിരബുദ്ധിയോടുകൂടിയാണ് ആ അംബരീഷ രാജാവ് ഭഗവാനെ ഉപാസിച്ചത് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. അങ്ങനെയുള്ള ഭക്തന്മാരെ സംരക്ഷിക്കേണ്ടത് ഭഗവാന്റെ ബാധ്യതയും കൂടി ആയിത്തീരുന്നു എന്നാണ്. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്കും അപ്രകാരമുള്ള സംരക്ഷണം അങ്ങ് തരേണേ. അങ്ങ് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ജന്മാന്തരങ്ങളിലുള്ള എല്ലാം നേടിയിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലങ്ങളെയൊക്കെ അല്ലെങ്കിൽ ആ പാപകർമ്മങ്ങളെയൊക്കെ വരട്ടിക്കളയണമേ, ഇല്ലാതാക്കണേ. എന്നിട്ട് എനിക്ക് അങ്ങയോട് അടുക്കുവാനുള്ള ഭക്തിയെ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ്. നിൽപ്പത്തൂർ ദേവർഷീണാം പിതॄണാം അഭിന പുനരിണീ കിങ്കരോ വാസഭൂമൻ യോസൗ സർവാത്മനാ ത്വാം ശരണമുപഗത സർവകൃത്യാനി ഹിത്വാ തസ്യോൽപന്നം വികർമാപ്യഖിലമപനുത സേവ ചിത്തസ്ഥിതസ്ത്വം തന്മേ പാവോത്തതാപാൻ പവനപുരപദേ രുന്തി ഭക്തിം പ്രണീയ.